ലൈറ്റ് അതിൻ്റെ കളറിങ് മാറും. പാർക്ക് പൂട്ടിക്കിടന്ന പാർക്കും പാലവും. സാറേ നമ്മുടെ ബ്രിഡ്ജ് ഇത്ര ആക്കി സെറ്റാക്കി കളർ. പല സ്ഥലത്ത് നിന്ന് ആളുകൾ വന്നത് ഇങ്ങനെ കാണുന്നു. ലൈറ്റ് കണ്ടില്ല, ചേഞ്ച് ചെയ്യുന്ന ലൈറ്റ് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന ഒരു ട്രെൻഡായി മാറി. അതെ അതെ. ഇത് ഈ പാർക്കിലും ആളുകൾ വരുന്ന ഇവിടെ കലാകാരന്മാർക്ക് എല്ലാ ശനിയും ഞായറും ഇവിടെ പരിപാടികൾ അവതരിപ്പിക്കാൻ പറ്റും. വേറെ ഒരു ചെലവൊന്നുമില്ല. ഈ പ്രദേശത്തെ കലാകാരന്മാർക്കൊക്കെ ഇവിടെ പരിപാടികൾ അവതരിപ്പിക്കാൻ പറ്റും. അങ്ങനെ ആകെ ഒരു ടൂറിസ്റ്റ് ഒരുപാട് വർഷം മുമ്പ് വന്ന് ഇത് കാണുമ്പോൾ തിരിച്ചറിയില്ല. ലൈറ്റിങ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കുറേ പ്രയാസപ്പെട്ട് ചെയ്തതാണ് ആളുകള്. കോച്ചേ, അപ്പൊ എന്താണ് നമ്മുടെ പറയാനുള്ളത്? ഓക്കെ, നമുക്കിവിടെ അതിന് മുമ്പിലേക്കാണ് ഇവിടെ കോഴിക്കോട് ഒരുപാട് ആളുകളാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ആളുകൾ നമ്മളിവിടെ അബ്ദുറഹീമിനെ രക്ഷപ്പെടുത്തി വരും ദിവസങ്ങളിൽ ഇവിടെ എത്തിക്കും. അങ്ങനെ ആൾ ഉമ്മയുടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ജീവനോടെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഉമ്മയുടെ സന്തോഷം കാണണം നമുക്ക്. അത് മാത്രം പോരാ, അബ്ദുറഹ്മാനെ രക്ഷപ്പെടുത്തി കൊടുത്തിട്ട് അബ്ദുറഹീമിനെ രക്ഷപ്പെടുത്തി കൊടുന്ന് ഇനി കഷ്ടപ്പെടാൻ വിടണോ? നമ്മള് ഇവിടെ വന്ന ആൾക്ക് ജീവിക്കണ്ടേ? ഇത്രയും വർഷം ജയിലിൽ കിടന്നതാണ്. ഇവിടെ ഇനി ജോലി അന്വേഷിച്ച് തിരിഞ്ഞു നടക്കേണ്ട. ഇനി സൗദിക്ക് നമ്മൾ വിടാൻ ഉദ്ദേശമില്ല എന്നതുകൊണ്ട് തന്നെ ആൾക്ക് ഒരു കട ഇട്ട് കൊടുക്കാനുള്ള തീരുമാനമാണ് ആളുടെ ഉപജീവനായിട്ട്. അപ്പോ രാത്രിയാണ് ഈ പരിപാടി കഴിഞ്ഞാൽ വരണേ. അപ്പോൾ രാത്രി 9 മണിക്ക് പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, കുറച്ചു മുമ്പ് റിയാസ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഒരു ഉപജീവനാണ്, ആളെ രക്ഷിച്ചു കൊണ്ടുവന്ന് ജീവിക്കാൻ അനുവദിക്കാനുള്ള പരിപാടിയാന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം, രാത്രി പെട്ടെന്ന് വിളിച്ചിട്ട് 1 മണിക്കൂർ മുമ്പ് വരാൻ പറയാം എങ്ങനെയാ ഈ സമയത്ത്? അപ്പോൾ ആള് പറഞ്ഞു ഒരു പ്രശ്നമില്ല, അങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട ഒരു വ്യക്തിയല്ലേ, ആൾക്കൊരു ജീവിത മാർഗമാണെങ്കിൽ രാത്രി ഞാൻ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഇപ്പം അങ്ങോട്ട് വരാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഓടി വന്നതിന് പ്രത്യേകം നന്ദിയാണ് പറഞ്ഞതാണത്. നമ്മൾ 15-ാം തീയതി ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റ് ചാലഞ്ച് വെച്ചിട്ടുണ്ട്. ആ ചാലഞ്ചിലൂടെ കിട്ടുന്ന പൈസ ഉപയോഗിച്ചിട്ട് ആദ്യം ഇത് ആ ഫണ്ടിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചു. 1 കോടി രൂപ ഞാൻ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ കൊടുത്തു. ഇനി തികയാതെ വന്നാൽ ബോച്ചേട്ടി ഈ ചാലഞ്ചിലൂടെ കൊടുക്കാനാണ്. പക്ഷെ അതിൻ്റെ ആവശ്യം വന്നില്ല. ഇന്നത്തോടുകൂടെ പൈസ എല്ലാം സമാഹരിച്ചു. അതുകൊണ്ട് ഞാൻ ഈ ചാലഞ്ച് ഉപേക്ഷിക്കണില്ല. ഈ 15-ാം തീയതി നടക്കുന്ന ചാലഞ്ചിൽ വരുന്ന പൈസ ഉപയോഗിച്ചിട്ട് ചാരിറ്റിക്ക് തന്നെ അബ്ദുറഹീമിനെ ജീവിക്കാൻ വേണ്ടി ബോച്ചേറ്റി ഒരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ്, ചായപ്പൊടിയുടെ ഒരു കട ഇട്ട് കൊടുക്കാൻ പോവാണ്. അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കണമെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞേൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ വന്നിട്ടുള്ളത് ബോച്ചേറ്റി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ച് ഉദ്ഘാടനം ചെയ്യാനാണ്. എത്ര ടീ വാങ്ങുമെന്ന് എനിക്കറിയില്ല. ടീ പാക്കറ്റ് എത്രയായാലും വാങ്ങി ഐശ്വര്യമായിട്ട് അത് ഉദ്ഘാടനം ചെയ്യും. അത് മാത്രമല്ല, ഇതിനൊരു അട്രാക്ഷൻ ഉണ്ട്. ചാരിറ്റിക്കുള്ള ഈ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ട് ജനങ്ങൾക്ക്. ഈ 40 രൂപയുടെ ബോച്ചേട്ടി ഓരോന്ന് വാങ്ങുമ്പോൾ ഓരോ ലക്കി ഡ്രോ കൂപ്പൺ കിട്ടും. ആ കൂപ്പൺ കിട്ടിക്കഴിഞ്ഞാൽ ദിവസേന രാത്രി 10:30 നറുക്കെടുപ്പിലൂടെ ദിവസം ഒരു ഭാഗ്യവാന് 10 ലക്ഷം രൂപ കിട്ടും. കൂടാതെ 15,000 പേർക്ക് ദിവസവും ക്യാഷ് പ്രൈസ് ഉണ്ട്. എല്ലാ ദിവസവും അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ ആ പ്രൈസ് 10 ലക്ഷം അടിച്ചാലും അതിൽ നിന്ന് കുറച്ച് ചാച്ചിരുന്നോളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ആ ബോച്ചേട്ടി ചാലഞ്ച് വിജയിപ്പിക്കുക. അങ്ങനെ അബ്ദുറഹീമിന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ജീവിക്കാനുള്ള അടുത്ത ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തിട്ട് അതിനുവേണ്ടിയാണ്. രക്ഷിച്ചുവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആളിവിടെ ഇറങ്ങി തിരിഞ്ഞ് നടക്കും. പിന്നെ അധികം ആൾക്കാർ കാണില്ല. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ദൗത്യമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത് ശരിയാ 500 പാക്കറ്റ് അത് ഞാൻ വിചാരിച്ച ഒരു 5-10 പാക്കറ്റ് ആണെന്ന്. 500 പാക്കറ്റ് ടീ പാക്കറ്റ് വാങ്ങിയിട്ടാണ് ബോച്ചേട്ടി ലക്കി ഡ്രോ ചാലഞ്ച് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതെന്താ ചെടിയാണോ? പാർക്ക്
അടുത്ത് ചെയ്യാൻ പോലെ ഇതൊന്ന് കഴിഞ്ഞോ, ഒറ്റ മിനിറ്റ് ഈ പരിപാടി ഒന്ന് കഴിഞ്ഞു. അപ്പൊ bochetti.com നിന്നാണ് നമ്മളിത് മേടിക്കേണ്ടത്. bochetti.com 15-ാം തീയതി ഓപ്പൺ ആവും. അപ്പൊ ഇപ്പൊ നമുക്കൊന്ന് കിട്ടില്ല. ഇപ്പൊ ഒരു ഇതിന് വേണ്ടിട്ട് ഉദ്ഘാടനം ചെയ്യാണ്. 15-ാം തീയതി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാങ്ങാം. പിന്നെ ഈ മാസം അവസാനം തൊട്ടിട്ട് ഇന്ത്യയിൽ 1 ലക്ഷം സൂപ്പർ മാർക്കറ്റുകളിൽ ഇത് ലഭ്യമാകും. ഇപ്പൊ ഓൺലൈനിൽ 15-ാം തീയതി മുതൽ ലഭിക്കും. അപ്പോൾ 15-ാം തീയതി മറക്കാതെ bochetti വാങ്ങൂ, ഇതിൽ പങ്കാളിയാവുക ചലഞ്ചിൽ. എന്നിട്ട് അബ്ദുറഹീമിന്റെ ജീവിക്കാൻ വേണ്ടിയുള്ള ആ കടയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിലേക്ക് നമുക്ക് ഒരുമിച്ച് രക്ഷിക്കാം. അബ്ദുറഹീമിന്റെ ഓക്കെ, ഇത് ഒന്ന് അതിലൊന്ന് പ്രസ് ചെയ്യാനായിട്ട് ആ സൈറ്റ് ഒന്ന് എടുത്ത് സൈറ്റ് ഒന്ന് കാണിച്ചേ. നമ്മുടെ കൺവീനർ ആണ് കേട്ടോ. സൈറ്റ് ഇതാണ് സൈറ്റ് ഒന്ന് കാണിക്കാമോ? സൈറ്റ് ഒന്ന് കാണിക്കാമോ? ഓക്കെ bochetti.com. അതൊന്ന് തിരിച്ച് ഇനി ഒന്ന് പ്രസ് ചെയ്താൽ അപ്പോ ക്ലിക്ക് ചെയ്യാണ്. യൂട്യൂബ് ചാനലിലേക്ക് ക്ലിക്കുന്നുണ്ട്. ആ ക്ലിക്കിലൊന്ന് ചെയ്താൽ മതി. ബൈ നൗ ഓക്കെ, കൊള്ളാം. ഓക്കെ 50,000 രൂപയ്ക്കാണ് ടീ വാങ്ങിയേക്കണേ. താങ്ക് യു വെരി മച്ച്. അബ്ദുറഹീമിന്റെ ജീവിതത്തിലേക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു വഴിത്തിരിവാൻ വേണ്ടി ആദ്യത്തെ വലിയൊരു സംഭാവനയാണ്. മാത്രമല്ല അതിനേക്കാൾ വില ഈ 9 മണിക്ക് 1 മണിക്കൂർ മുമ്പ് വിളിച്ചപ്പോ ഓടി വന്നു സഹായിക്കാനായിട്ട്. ഇതിന് വളരെയധികം നന്ദി. കൺവീനർക്ക് ഒരു ഷെയ്ക്കിന്റെ അപ്പൊ ഇതില് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചു, ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ഇത് വിജയിച്ചു. എല്ലാവരും സപ്പോർട്ട് ചെയ്തു. മലയാളി ക്യാഷ് ചായപ്പൊടികളെ ക്യാഷ് പിടിച്ചോ. അപ്പുറം പിടി. ഓക്കെ ഭയങ്കര സന്തോഷം. അല്ല എല്ലാവരും കൂടി മനസ്സിലായോ? വളരെ സ്പെഷ്യലാണ്. ജീവനുള്ള ചെടിയാണ്. അല്ലെങ്കിൽ ആള് ചെയ്യുന്നതൊക്കെ ജീവനുള്ള. അതിവിടെ ചത്ത് കിടന്ന പാലം കണ്ടില്ലേ? ആൾക്കാർ വന്ന പാരീസ് ആണോ എന്ന് വിചാരിക്കും. കളർഫുൾ ലൈറ്റ് ചേഞ്ച് ചെയ്യുന്നു. ഞാനിവിടെ ഒരു 10 വർഷം മുമ്പ് വന്നതാ. ഇപ്പൊ വന്നപ്പോ ഞെട്ടിപ്പോയി. പാലീസ് അടിപൊളി. അപ്പൊ താങ്ക് യു വെരി മച്ച്. ചന്ദ്രകന്റെ റിപ്പോർട്ട് തീർച്ചയായിട്ടും ആദ്യം ഇപ്പൊ പറയാനുള്ളത് റിയാസ് മിനിസ്റ്ററോട് നന്ദിയാണ് പറയാനുള്ളത്. രാത്രി ഓടി വന്നു, ഇത് ഉദ്ഘാടനം ചെയ്തു. അബ്ദുറഹീമിന് ഇവിടെ വരുമ്പോ ഇവിടെ വന്നു കഴിഞ്ഞ് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി ജീവിക്കണ്ടേ? അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉപജീവന മാർഗം ആലോചിച്ചെടുത്തപ്പോൾ ഇവിടെ ഒരു കട bochetti ഒരു ഹോൾസെയിൽ റീറ്റെയിൽ കട ഇട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് bochetti ലക്കി ഡ്രോ ചാലഞ്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് 50,000 രൂപയ്ക്ക് ടീ വാങ്ങി സപ്പോർട്ട് ചെയ്തു. ആദ്യത്തെ എല്ലാവരും അത് വിജയിപ്പിക്കുക, അതാണ് ഇപ്പോൾ ദൗത്യം ഇവിടെ നടന്നത്. അതുകൊണ്ട് വളരെയധികം നന്ദി. അബ്ദുറഹീമിനെ നീ നമുക്ക് കാത്തിരിക്കാം. ഉമ്മയെ ഇപ്പൊ സന്ദർശിക്കുന്നില്ല. കാരണം ഉമ്മയുടെ കരച്ചില് ഞാൻ മുമ്പ് പോവാഞ്ഞത് ഈ ഉമ്മയുടെ കരച്ചില് കാണാൻ എനിക്ക് ഇഷ്ടമില്ല. ആരും കരയണത്. അബ്ദുറഹീമിനെ ജീവനോടെ കൊടുന്ന് കയ്യിൽ ഏൽപ്പിക്കുക, എന്നിട്ട് ആ സന്തോഷം കാണാനാണ് ഞങ്ങൾ. അതിനു വേണ്ടി ഞങ്ങൾ വരും. ഒരുമിച്ച് എല്ലാ പാർട്ടി ജാതി മതങ്ങൾക്ക് അതീതമായി സംഘടനകളും റിയൽ അതാണ് എക്സാക്ട്ലി എല്ലാവരും ഒരുമിച്ച് നിന്നു. അതാണ്. താങ്ക് യു വെരി മച്ച്. ഒരു സെക്കൻഡ് ഒരാൾക്ക് എന്താ പറഞ്ഞു? 1 ലക്ഷം രൂപ. 1 ലക്ഷം. മൈ ഗോഡ്. 1 ലക്ഷം രൂപയുടെ ടീ ആണ്. എന്താ പേര്? അനീഷ്. അപ്പൊ നിങ്ങളുടെ കൈനേട്ട അടിപൊളിയാണോ? സന്ധ്യാമ്മയുടെ ഫ്രണ്ടാണ്. 1 ലക്ഷം രൂപയുടെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഐശ്വര്യമുള്ള കൈയാണ്. കച്ചവടം കഴിഞ്ഞപ്പോഴേക്ക് 1 ലക്ഷം രൂപയുടെ bochetti വാങ്ങി ചലഞ്ചിൽ പങ്കെടുക്കാണ്. ഈ 1 ലക്ഷം എനിക്കല്ല പോകുന്നത്. 15-ാം തീയതിയിലത്തെ bochetti ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ചിലൂടെ വരുന്ന ഇപ്പൊ 1.5 ലക്ഷം രൂപ അബ്ദുറഹീമിന് കാണാൻ തുടങ്ങാതിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും 15-ാം തീയതി രാവിലെ തൊട്ട് പണി തുടങ്ങിക്കോ. ഓൺലൈനിൽ കിട്ടും.